ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നല്ല രീതിക്ക് ആഘോഷിച്ചില്ലേ? അപ്പോൾ ഞാൻ ഒരു വിഷു ദിവസമാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ഗെറ്റപ്പൊക്കെ. അപ്പോൾ ഇന്നത്തെ മത്സരമായ നമ്മുടെ പഞ്ചാബ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം ഒരുപാട് ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കുറച്ച് ഗീവ് വേസും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്വാൻസ് വിഷുവിൻ്റെ ഒരു ഗീവ് വേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിന് നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 പേർക്കാണ് നമ്മൾ കൊടുത്തത്. 33 പേരെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൂടെ നമ്മൾ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗീവേഴ്സൊക്കെ നടത്തുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്ന ഏപ്രിൽ 15-ാം തീയതിയാണ് കേട്ടോ. മത്സരം നടക്കുന്നത് 31ാമത്തെ മത്സരമാണ്. 10:24 31 കഴിഞ്ഞു കേട്ടോ. മാച്ച് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കൃത്യം 7:30 നമ്മുടെ മഹാരാജ മറ്റേ സ്റ്റേഡിയത്തിലാണ്, അതായത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. പഞ്ചാബിന് തീർച്ചയായിട്ടും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെ ആയിരിക്കും. ചണ്ഡീഗറിലുള്ള ഗ്രൗണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിനും സ്വിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സീം ബൗളേഴ്സിനൊക്കെ നല്ല രീതിയിൽ സ്വിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പിച്ച് സ്ലോ ഡൗൺ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്പിന്നേഴ്സിനും ഈക്വലായിട്ട് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഫാസ്റ്റ് ബൗളേഴ്സിന് കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും. പവർ പ്ലേയിൽ കൂടുതൽ നല്ല രീതിക്ക് എഫക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഇത്രയുള്ള ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ടോട്ടൽ ഇവിടെ 7 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. 7 മത്സരത്തിൽ 175 റൺസാണ് പെർ മാച്ച് ആവറേജ് സ്കോറായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. മിനിമം 175 എബോവെങ്കിലും തീർച്ചയായിട്ടും മാച്ചസിൽ പോകാറുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം ഏകദേശം 4 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 3 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കോർസ് നോക്കുന്ന സമയത്ത് 150 റൺസിൻ്റെ താഴെ 2 മത്സരങ്ങൾ പോയിട്ടുണ്ട്. 170 190 ഇടയ്ക്ക് 2 മത്സരങ്ങൾ പോയിട്ടുണ്ട്. 190 മുകളിൽ 3 മത്സരങ്ങളും പോയിട്ടുണ്ട്. ഇവിടെ നടന്ന ഈ ലാസ്റ്റ് നടന്ന 7 മത്സരങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ 67 ഫാസ്റ്റ് ബൗളേഴ്സിനാണ് വിക്കറ്റ്സ് കിട്ടാറുള്ളത്. ബാക്കി 26 മാത്രമേ സ്പിൻ ബൗളേഴ്സിന് കിട്ടാറുള്ളൂ. കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മുടെ സ്പിൻ ബൗളേഴ്സിനെക്കാട്ടിലും ഫാസ്റ്റ് ബൗളേഴ്സിനാണ്. ഫാസ്റ്റ് ബൗളേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കാരണം നല്ല രീതിയിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഓവറോൾ ഒരു വ്യൂ നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ ഏത് ടീമിനാണോ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുന്ന ആ ഒരു ടീം മാക്സിമം നല്ല രീതിയിൽ സ്കോർ വരാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യത്തെ ബൗളേഴ്സിനെ കൂടുതൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം നമ്മുടെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിൽ തന്നെ മെയിൻ ബാറ്റ്സ്മാൻമാരെയും ബൗളേഴ്സിനെയും കൂടുതലായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് കൊണ്ടുവരിക. പക്ഷേ ഓപ്പോസിറ്റ് ടീമിൽ ഒട്ടും ഇല്ലാതാക്കുകയല്ല, പക്ഷേ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമിന് തന്നെ ബൗളിങ്ങിനും കുറച്ച് അഡ്വാൻറ്റേജ് കൊടുക്കുക. കാരണം സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അധികം റൺസ് എടുക്കാൻ പറ്റാതെ പെട്ടെന്ന് ഔട്ടായി പോകാറുണ്ട്. എസ്പെഷ്യലി ഈ 2 ടീമിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ടോപ്പ് ഓർഡർ വീട് കഴിഞ്ഞാൽ പിന്നെയുള്ള വിക്കറ്റ്സ് ചടപടയെന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഏത് ടീമിനാണോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ KKR ഫസ്റ്റ് ബാറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ KKRത്തെ മെയിൻ ബാറ്റ്സ്മാൻമാരും അതുപോലെ തന്നെ മിഡിൽ ഓർഡറുള്ള 1-2 ബാറ്റ്സ്മാൻമാരെയും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ബൗളിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സ് സ്പിന്നേഴ്സും ആയിട്ടുള്ള മെയിൻ ബൗളേഴ്സിനെ കൊണ്ടുവരിക. അതേസമയം ഓപ്പോസിറ്റ് പഞ്ചാബ് ടീമിന് നമ്മൾ ബൗളേഴ്സിനെ എടുക്കുമ്പോൾ 2 ബൗളേഴ്സിനെ എടുക്കുക, കൂടുതൽ എടുക്കേണ്ട 2 ബൗളേഴ്സിനെ എടുത്തിട്ട് അതുപോലെ തന്നെ ബാറ്റിംഗിൽ 2 പേരെയും അതുപോലെ തന്നെ ഓൾറൗണ്ടറിൽ ഒരാളെയും കയറ്റി വിടുക. ആ ഒരു മിഡിൽ ഓർഡർ ഒരു ഓൾറൗണ്ടറും 2 ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ 2 ബൗളേഴ്സും ആ ഒരു രീതിക്കാണ് നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരാൻ പോകുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, കുബേര ഫാൻറ്റസി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ, കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. റീസെൻ്റ്ലി ഞാൻ കളിച്ച പെർഫോമൻസ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ ലാസ്റ്റ് നടന്ന ബാംഗ്ലൂരു വേഴ്സസ് രാജസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിൽ വെറും 644 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 2420 രൂപ, 640ൻ്റെ 4 ഇരട്ടിയാണ് എനിക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയത്. അതിൽ പ്രോഫിറ്റ് മാത്രം 1700, 3 ഇരട്ടി പ്രോഫിറ്റാണ്. കണ്ടില്ല, അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. 96 രൂപ കൊടുത്ത 700 രൂപ കിട്ടുന്ന കോൺടെസ്റ്റും 89 രൂപ കൊടുത്തതിനാൽ 300 രൂപ കിട്ടുന്ന കോൺടെസ്റ്റും അങ്ങനെ ഒരുപാട് എൻട്രി ഫീസിൽ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുബേരയിൽ ഡ്യൂ ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡ്യൂ ഓപ്ഷനിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ കളിച്ചു. അതുകൊണ്ട് നമുക്ക് എല്ലാം നല്ല വിന്നിങ്സ് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് ഇതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു ആപ്പ് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കാരണം ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനൊന്നും ഇല്ലാതെ നമുക്കൊരു ടീം ക്രിയേറ്റ് ടീമല്ല ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിൻ ആവാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചർ ഉണ്ട്.
ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഇപ്പം നമ്മളെ ഈ ഒരു 5 പ്ലെയേഴ്സുള്ള ഒരു ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിക്കോളസ് പൂറിനെ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിക്കോളസ് പൂറിനെക്കാട്ടും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് കോൺവേ ആണോ? ഓക്കെ, ഇതാ കോൺവേ ആയിട്ട് മുന്നോട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓപ്പോസിറ്റ് നിക്കോളസ് പൂറിനെ നമ്മൾ പിക്ക് ചെയ്ത കോൺവേ, നമ്മൾ പിക്ക് ചെയ്ത കോൺവേ ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വിൻ. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മൾ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കളിച്ചതിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയ വേറൊരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇന്നലെ നടന്ന ബാംഗ്ലൂർ വേഴ്സസ് രാജസ്ഥാൻ മാച്ചിൽ ഞാൻ ഏകദേശം ചെറിയൊരു 165 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 240 രൂപ കിട്ടി. 75 രൂപ ഇവിടെ പ്രോഫിറ്റാണ് കിട്ടിയത്. അതുപോലെ തന്നെ വേറൊരു ആപ്പ് നോക്കുകയാണെങ്കിൽ സമയത്ത് നമ്മുടെ മൈ മാസ്റ്റർ എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല റീസെൻ്റ് ആയിട്ടൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബാംഗ്ലൂർ രാജസ്ഥാൻ മാച്ച് തന്നെയാണ്. എല്ലാത്തിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. വെറും 214 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 520 രൂപ കിട്ടി. ഡബിളിനെക്കാട്ടിലും ഒരു 2.5x പ്രോഫിറ്റാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. ഞാൻ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് 98 രൂപ എടുത്ത് 350 രൂപ കിട്ടി, 48 രൂപ ഇട്ട് 170 രൂപ കിട്ടി, 42 ഇട്ട് 140 കിട്ടി. അങ്ങനെ H4 ആണ് മാച്ച് വരുന്നത്. ഈ ടീമൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അതുകൊണ്ടില്ലേ ഏകദേശം ഞാൻ 200 രൂപ ഇട്ടിട്ട് എനിക്ക് 700 രൂപ കിട്ടി. ഏകദേശം 3 ഇരട്ടിയോളം പ്രോഫിറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഫോക്കസിലോ ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത വേറൊരു ആപ്പ് കൂടെയാണ്. മാച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ ഏകദേശം 252 രൂപ ഇട്ടു, 650 രൂപ വിന്നിങ് ആണ്. അതിൽ 300-400 രൂപ പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പ് തന്നെയാണ് നമ്മുടെ എക്സലിലോ. കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഞാൻ ചുമ്മാ ഒരു T10 വെറുതെ ഇട്ടതാണ്. ഞാൻ വെറുതെ ഒരു 10 മിനിറ്റ് അനലൈസ് ചെയ്ത് ഇട്ടതാണ്. ഏകദേശം 313 രൂപ ഇട്ടിട്ട് 578 രൂപ ഇട്ട് 265 രൂപ പ്രോഫിറ്റാണ്. കണ്ടില്ലേ, എനിക്കിതിലൊക്കെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളത്. ഇതിപ്പോൾ നമ്മുടെ വിഷൻ 11 ആണെങ്കിലും ഇന്നലെ കറക്റ്റ് 300 രൂപ ആഡ് ചെയ്ത് 300 രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് 961 രൂപ കിട്ടി, 661 രൂപ പ്രോഫിറ്റാണ്. കണ്ടില്ലേ, ഞാൻ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇതൊക്കെ കളിക്കുന്നത്. നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടസി ആണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ നല്ല ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ കിട്ടാറുണ്ട്. കണ്ടില്ലേ, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ഇതിൻ്റെ പ്രൂഫാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. സോ എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ. ഞാൻ ഡ്രീം ഇലവൻ കളിക്കുന്നത് ഓപ്പണായി പറയട്ടെ, ഡ്രീം ഇലവൻ കളിച്ചിട്ട് കുറേ ആയി. കാരണം അതിൽ അധികം പ്രോഫിറ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. വല്ലപ്പോഴൊക്കെ വിന്നാവുന്നുള്ളൂ. വിന്നാവുന്നതൊക്കെ ശോകമായിട്ടുള്ളതാണ്. ഇപ്പോൾ 5 എണ്ണം കളിച്ചാൽ 2 എണ്ണമൊക്കെ വിന്നാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 5 എണ്ണം കളിച്ചാൽ 4 എണ്ണം ഞാൻ വിന്നാവും. അതെനിക്ക് ഷുവർ തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഡ്രീം ഇലവൻ കളിച്ച് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കാലം ഇത് കണ്ടില്ലേ, ചെന്നൈ കൊൽക്കത്ത മാച്ചൊക്കെ കിട്ടും. അതിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമായിട്ട് കൂടെ എനിക്ക് ഫോർത്ത് പ്ലേസൊക്കെ കൂടുതൽ വരുന്നത് ഭയങ്കര ഇതാണ്. പിന്നെ ഇത് ചുമ്മാ നമ്മൾ ഈ T10 കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ ഇടുന്നതൊക്കെ എനിക്കിങ്ങനെ കിട്ടാറുണ്ട്. നമ്മൾ അനലൈസ് ചെയ്തിട്ടൊന്നും അങ്ങോട്ടും ഒക്കത്തില്ല. ഇതിപ്പോൾ കണ്ടില്ല, ഇതൊക്കെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താണ്, പക്ഷേ എനിക്ക് ഹാഫൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ് നമ്മൾ ഡ്രീമിലും ഒഴിവാക്കിയത്. അതുപോലെ തന്നെ ഇവന്മാരുടെ TDS സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് TDS ഇവന്മാർ പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷനിലൊന്നും TDS ഇല്ല. ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻ്റെ TDSും ഇല്ല, GST ഇല്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. പോസിബിൾ 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് കിങ്സിലാണെങ്കിൽ പ്രിയന ഷാരി, അതുപോലെ തന്നെ സിമ്രാൻ സിംഗ്, മാർക്കസ് സ്റ്റോണിസ്, ശ്രേയസ് അയ്യർ, നഹേൽ വധേര, ഗ്ലെൻ മാക്സ്വെൽ, ശശാങ്ക് സിംഗ്, മാർക്കോ ജെയിൻസൺ, ദെൻ അർഷദീപ് സിംഗ്, യാഷ് താക്കൂർ, ദെൻ അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൻ, ചഹൽ. ഇത്രയും പേരാണുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബിത്തെ കീ ഇൻസൈറ്റ് നോക്കുന്ന സമയത്ത് റീസെൻ്റ്ലി പ്രിയന ഷാരി നല്ല പെർഫോമൻസ് ആണ്. കഴിഞ്ഞ മത്സരം 103, അതിന് മുന്നത്തെ മത്സരമാണ്. അതിനുശേഷം 47 റൺസൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ അദ്ദേഹത്തിന് 103 റൺസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ സിമ്രാൻ സിംഗ് ആണെങ്കിൽ ലാസ്റ്റ് 50 റൺസാണ് എടുത്തത്. ദെൻ അതുപോലെ തന്നെ 42 റൺസാണ് റീസെൻ്റ്ലി എടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 7 ഇന്നിങ്സ് കളിച്ച് 92 റൺസ് കൊടുത്തിട്ടുണ്ട്. ശ്രേയസ് അയ്യർ ആണെങ്കിൽ കൂടെ ലാസ്റ്റ് മത്സരം 97, 82, 52 നല്ലൊരു റെക്കോർഡ്സാണ്. നല്ല ഫോമിൽ നിൽക്കുന്ന പ്ലെയറാണ്. 456 റൺസാണ് 14 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് KKR ആയിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നഹേൽ വധേര ആണെങ്കിൽ 62 റൺസും അതുപോലെ തന്നെ റീസെൻ്റ്ലി 43 റൺസാണ് എടുത്തുള്ളത്. 71 റൺസ് ഈ ഒരു ഗ്രൗണ്ടിൽ മാത്രം അദ്ദേഹം എടുത്തിട്ടുണ്ട്. ശശാങ്ക് സിംഗ് ആണെങ്കിൽ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. റീസെൻ്റായിട്ട് 52 റൺ എടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി 44 എടുത്തത്. കഴിഞ്ഞ ലാസ്റ്റ് ഒരു 52 കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹർഷദീപ് സിംഗ് ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 9 മാച്ച് അഗെയിൻസ്റ്റ് KKR ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 9 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. KKRന് അഗെയിൻസ്റ്റും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ നല്ലൊരു റെക്കോർഡുള്ള പ്ലെയറാണ്. ചഹാലാണെങ്കിൽ 22 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് KKR ആയിട്ട് കളിച്ചിട്ട് 29 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൊൽക്കത്തത്തെ പ്ലെയേഴ്സിനെ നോക്കുന്ന സമയത്ത് ഡി കോക്ക്, സുനിൽ നാരായൺ, അജിൻക്യ രഹാനെ, വെങ്കിടേഷ് അയ്യർ, രഘുവൻഷി, ദെൻ അതുപോലെ തന്നെ നമ്മുടെ റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ, റമദീപ് സിംഗ്, മൊയിൻ അലി, ഹർഷിത് റാണ, അതുപോലെ തന്നെ നമ്മുടെ
വരുൺ ചക്രവർത്തി, വൈഭവ് ഓറ, അത്രയും പേരാണുള്ളത്. പ്ലെയേഴ്സിലെ കീ ഇൻസ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ സമയത്ത് നമ്മുടെ ഡീകോക്ക് 423 റൺസ് 22 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ നരേൻ ആണെങ്കിൽ 34 വിക്കറ്റും 251 റൺസും 25 മത്സരം അഗെയിൻസ്റ്റായി പഞ്ചാബിനോട് കളിച്ച് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അജിൻക്യ രഹാനെ ആണെങ്കിൽ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 20 മത്സരം കളിച്ച് 505 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർ ആണെങ്കിലും അഗെയിൻസ്റ്റ് 5 മത്സരം പഞ്ചാബിനായിട്ട് കളിച്ചിട്ട് 154 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രെ റസൽ അദ്ദേഹം 13 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് പഞ്ചാബുമായി കളിച്ച് 15 വിക്കറ്റ് 432 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വരുൺ ചക്രവർത്തി 8 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് പഞ്ചാബുമായി കളിച്ച് 8 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഹർഷിത് റാണ 9 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് 5 ഇന്നിങ്സ് പഞ്ചാബുമായിട്ട് കളിച്ചിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 5 ഇന്നിങ്സിൽ 9 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഹർഷിത് റാണ. അതുപോലെ തന്നെ 2 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് നേടിയിട്ടുള്ളത്. ഓവറോൾ നമ്മുടെ KKRും പഞ്ചാബും തമ്മിൽ 33 മത്സരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 21 പ്രാവശ്യം നമ്മുടെ KKRും 12 പ്രാവശ്യമാണ് നമ്മുടെ പഞ്ചാബ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം തരാം. പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ XL11 ആപ്പ് എടുക്കാം. സോ ഇതിലാണ് നമ്മൾ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് മത്സരങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് ഗീവേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗീവേ കോൺടെസ്റ്റ്. ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആകെ 28 പേരെങ്ങാണ്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് നാളത്തെ മത്സരമായ പഞ്ചാബ് വേഴ്സസ് കൊൽക്കത്ത എടുക്കാം. സോ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഡീകോക്കിനെ എടുക്കാം, അതുപോലെ തന്നെ സിമ്രാൻ സിംഗിനെ എടുക്കാം. ഇതിന് 2 കീപ്പേഴ്സിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ബൗളേഴ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ വരുൺ ചക്രവർത്തി റീസൺ നല്ല ഫോമാണ്. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗും ഹർഷിത് റാണിയും എടുക്കാം. അതുപോലെ സുനിൽ നരേൻ, അതുപോലെ നമ്മുടെ ആൻഡ്രെ റസൽ കൊണ്ടുവരാൻ ടീമിലോട്ട്. ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ അജിൻക്യ രഹാനെ കുഴപ്പമില്ലാത്തൊരു ഫോമിലാണ്. അതുപോലെ നമ്മുടെ പ്രിയന ഷാരി നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഓൾറൗണ്ടിലോട്ട് പോകാം. ഒന്നല്ലെങ്കിൽ മൊയിൻ അലി അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബിത്തെ മാക്സ്വെൽ. ഇപ്പോൾ നമ്മളൊരു ടീം നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊൽക്കത്തയ്ക്ക് ബാറ്റിംഗ് എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ അവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പ് ഓർഡറായിട്ട് നമ്മുടെ ഡീകോക്ക് ഉണ്ട്, അതുപോലെ നരേനുണ്ട്, അതുപോലെ നമ്മുടെ രഹാനയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വരാനുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രഘുവാൻഷി വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അയ്യറും വരാൻ ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ നമ്മുടെ റസലും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്കിങ്ങനെ മതി. ഇനിയിപ്പോൾ ഇതിൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. അത് ഭയങ്കര കുറച്ച് റിസ്ക് ആയിട്ടുള്ളതാണ്. ക്യാപ്റ്റൻസി എല്ലാവരും സുനിൽ നരേനെ കൊടുക്കുന്നത്. പക്ഷേ സുനിൽ നരേൻ ഈ ഒരു മത്സരം അത്രയ്ക്ക് പോയിന്റ് എടുക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഞാൻ വൈസ് ക്യാപ്റ്റനെ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ക്യാപ്റ്റൻസി ഞാൻ ശ്രേയസ് അയ്യറിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് നല്ലൊരു ആവറേജ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സോ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീകോക്ക്, സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ രഹാനെ, ശ്രേയസ് അയ്യർ, പ്രിയന ഷാരിയ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ മാക്സ്വെൽ, ആൻഡ്രെ റസൽ, സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ. ഇത്രയും പേരെ നമ്മുടെ ടീമിലും. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രിവ്യൂ ടീം മാത്രം പറഞ്ഞു. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായും ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.